നല്ലൊരു ബിരിയാണി റെസിപ്പിയുമായിട്ടാണ് കേട്ടോ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. സാധാരണ നമ്മൾ ബിരിയാണി ഉണ്ടാക്കുന്നതിൽ നിന്നും കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ് ഈ ഒരു ബിരിയാണി ഞാൻ ഉണ്ടാക്കുന്നത്. മാത്രമല്ല ഇതിൻ്റെ ടേസ്റ്റ് പറയുകയാണെങ്കിൽ അടിപൊളിയാണ്. അതുപോലെ ഉണ്ടാക്കാനാണെങ്കിലും വളരെ എളുപ്പമാണ് കേട്ടോ. ചിക്കൻ ടിക്ക ബിരിയാണിയാണ് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ റെസിപ്പിയിലേക്ക് കിടക്കാം. ആദ്യം തന്നെ നമ്മൾ അരി വേവിച്ചെടുക്കാനാണ് പോകുന്നത്. അപ്പോൾ ഞാനിവിടെ കുറച്ച് വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കണം. ഇപ്പോൾ നല്ലോണം വെള്ളം തിളച്ച് വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് അരി ഒന്ന് ചേർത്ത് കൊടുക്കണം. നമ്മൾ എപ്പോഴും ഉണ്ടാക്കുന്ന രീതിയിലല്ല. അപ്പോൾ അരി എടുക്കുമ്പോൾ ഇതിലേക്ക് ബസ്മതി റൈസാണ് കേട്ടോ എടുക്കുന്നത്. ഒരു 4 കപ്പ് ബസ്മതി റൈസാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് നല്ലപോലെ കഴുകി വൃത്തിയാക്കിയ ശേഷം ഒരു അരമണിക്കൂർ കുതിർക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഡ്രെയിൻ ചെയ്തിട്ടാണ്. എന്നിട്ട് വേണം ഈ ഒരു അരി വേവിക്കാനിടാൻ കേട്ടോ. പിന്നെ നമുക്ക് ഈ ബിരിയാണി ഈ റൈസിൽ തന്നെ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെയില്ല. നിങ്ങൾക്ക് സാധാരണ ജീരക ശൈലിയിലൊക്കെ ഉണ്ടാക്കാം. പക്ഷേ ചിക്കൻ ടിക്ക ബിരിയാണി എന്ന് പറയുമ്പോൾ അതിന് ഏറ്റവും നല്ല റൈസ് എന്ന് പറയുന്നത് സാധാരണ ബസ്മതി റൈസ് തന്നെയാണ് കേട്ടോ. ഇത് നമുക്കൊന്ന് അടച്ച് വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഏകദേശം 8 മിനിറ്റോളം ഞാൻ ആ റൈസ് വേവിക്കാനായിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ റൈസ് വെന്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ വേവെന്ന് പറയുമ്പോൾ ഒരു 8-10 മിനിറ്റ് വേവിച്ചാൽ മതിയാവും. അതാണ് അതിൻ്റെ കറക്റ്റ് പാകം എന്ന് പറയുന്നത്. പിന്നെ ഓരോ അരിക്കും വ്യത്യാസമായിട്ടായിരിക്കും സമയം ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾ കറക്റ്റ് വേവാകുമ്പോൾ ഓഫാക്കി കൊടുത്താൽ മതി കേട്ടോ. ഇനി ഈ റൈസ് നമുക്കൊന്ന് ഡ്രെയിൻ ചെയ്യാൻ എടുക്കണം. അതിനായിട്ട് ഒരു അരിപ്പയിലോട്ട് നമ്മൾ ഈ ഒരു റൈസിനെ മാറ്റി കൊടുക്കാൻ പോവാണ് കേട്ടോ. ഇനി ഇവിടെ നമ്മൾ ചിക്കൻ മാഗ്നേറ്റ് ചെയ്യാൻ പോകണം കേട്ടോ. അതിനായിട്ട് ഒരു പാത്രം എടുത്ത് വെക്കുക. അതിലേക്ക് 1 ടേബിൾ സ്പൂണ് കശ്മീരി ചില്ലി പൗഡറാണ് ഇട്ട് കൊടുക്കുന്നത്. 2 ടീസ്പൂണ് മല്ലിപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാല പൊടിച്ചെടുത്തത്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, 1 ടേബിൾ സ്പൂൺ കസൂരി മേത്തി നിർബന്ധമായിട്ടും ചേർത്തണം, 2 ടീസ്പൂണ് കടലപ്പൊടിയും അതുപോലെ നിർബന്ധമായിട്ടും ചേർത്തണം കേട്ടോ. ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുക. 1 നാരങ്ങയുടെ നീര് കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കണം. ഒരു കപ്പ് തൈരും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുക. തൈര് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് വേണം കേട്ടോ ചേർത്ത് കൊടുക്കാൻ. ഒരു ടീസ്പൂൺ വരെ ഓയിൽ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഇനി ഇതിലേക്ക് കുറച്ച് റെഡ് ഫുഡ് കളർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഓപ്ഷണലാണ്. ഞാൻ വീഡിയോയ്ക്ക് വേണ്ടി മാത്രമാണ് ഇട്ട് കൊടുക്കുന്നത്. അതും ഒരു തുള്ളിയാണ് ഇട്ട് കൊടുക്കുന്നത്. നിങ്ങൾ ഇട്ട് കൊടുക്കണമെന്ന് ഒരു നിർബന്ധമില്ല. ഞാൻ വീഡിയോ എടുക്കുന്നതുകൊണ്ട് മാത്രമാണ് അതിൻ്റേതായ ഒരു കളർ വരാൻ വേണ്ടി മാത്രമാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇവിടെ ഞാൻ നല്ല രീതിയിൽ തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചിക്കൻ ഒന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഏകദേശം 1 കിലോനേക്കാളും കുറച്ച് കൂടുതലായിട്ടാണ് കേട്ടോ ചിക്കൻ നമ്മൾ എടുത്തിട്ടുള്ളത്. ഈ ഒരു പീസിലല്ല, കുറച്ച് വലിയ പീസിൽ വേണം കട്ട് ചെയ്ത് വാങ്ങാൻ. ഞാനിവിടെ നല്ല വലിയ പീസ് ചോദിച്ചപ്പോൾ ഈ രീതിയിലാണ് കട്ട് ചെയ്ത് തന്നത്. അപ്പോൾ നിങ്ങൾ വാങ്ങുമ്പോൾ കുറച്ച് വലിയ പീസായിട്ട് കട്ട് ചെയ്ത് വാങ്ങണം കേട്ടോ. ഇനി ചിക്കൻ്റെ എല്ലാ ഭാഗത്തും മസാല ആകുന്നത് വരെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇനി നമ്മൾ ഇതൊക്കെ ഒന്ന് മിക്സായി കൊടുത്ത ശേഷം ഒരു അരമണിക്കൂറിൽ ഫ്രീസറിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. ആ ഒരു സമയത്ത് നിങ്ങൾക്ക് സ്മോക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഇതിൽ കുറച്ചൊരു ചാർക്കോൾ ഒന്ന് കത്തിച്ചിട്ട് ഈ ഒരു സമയത്തൊന്ന് വെച്ച് കൊടുത്താൽ മതിയാവും കേട്ടോ. എനിക്ക് ചാർക്കോളിൻ്റെ സ്മെല്ല് ഇഷ്ടമല്ല, അതുകൊണ്ട് ഞാൻ വെച്ച് കൊടുക്കുന്നില്ല. നല്ല രീതിയിൽ തന്നെ മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇത് അരമണിക്കൂറൊന്ന് റെഫ്രിജറേറ്ററിൽ വെച്ച് കൊടുക്കുക കേട്ടോ. ഇനി നമുക്ക് മസാല ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. അതിനായിട്ട് ഇവിടെ ഒരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂണ് ഓയിലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വെളിച്ചെണ്ണയിൽ വേണമെങ്കിലും ഇത് ഉണ്ടാക്കാം കേട്ടോ. ഞാൻ ഓയിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇവിടെ ഞാൻ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ ഓയിലൊന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 3 മീഡിയം സൈസിലുള്ള സവാള കട്ട് ചെയ്തതാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം.
ഈ സവാള നല്ലപോലെ വെന്ത് ഉടഞ്ഞ് സോഫ്റ്റായിട്ട് വരണം. അതുവരെ ഇതൊന്ന് നമുക്ക് വേവിച്ചെടുക്കണം കേട്ടോ. നമുക്കിതൊന്ന് അടച്ച് വെച്ചൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ. ഇപ്പോൾ ഇവിടെ നോക്ക് നല്ലപോലെ സവാളയൊക്കെ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്, നല്ലപോലെ സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി അരച്ചതൊന്ന് ചേർത്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് ഒരു 5-6 പച്ചമുളകും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുക കേട്ടോ. കട്ട് ചെയ്യൊന്നും വേണ്ട, അങ്ങനെ തന്നെ ചേർത്ത് കൊടുത്താൽ മതി. പച്ചമുളകും കൂടെ ചേർത്ത ശേഷം ഇത് നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കുക. ഇഞ്ചി വെളുത്തുള്ളിൻ്റെയൊക്കെ പച്ചമണം മാറുന്നത് വരെ ഇതൊന്ന് സോട്ട് ചെയ്തെടുക്കുക കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ സ്പൈസസാണ് ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. ഒരു 2 കഷ്ണം വലിയ പട്ട ഇട്ട് കൊടുക്കുക, ഒരു 6-7 ഗ്രാമ്പു ഇട്ട് കൊടുക്കുക, കുറച്ചധികം തന്നെ ഏലക്കായ ഒന്ന് ചേർത്ത് കൊടുക്കുക, ഒരു ടീസ്പൂണ് ചെറിയ ജീരകം ചേർത്ത് കൊടുക്കുക. അതും കൂടെ ചേർത്തിട്ട് ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതിട്ട് കുറച്ച് നേരം കഴിയുമ്പോൾ നല്ലൊരു മണം വരും കേട്ടോ. അപ്പോൾ അതുവരെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു 4 തക്കാളി കട്ട് ചെയ്തതാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. 4 തക്കാളി തന്നെ കട്ട് ചെയ്യണം. 3 സവാളയ്ക്ക് 4 തക്കാളി കേട്ടോ. 4 തക്കാളി കൂടെ കട്ട് ചെയ്തതൊന്ന് ചേർത്ത് കൊടുക്കുക. തക്കാളി ഒന്ന് വെന്തുടഞ്ഞ് വരണം, അതുവരെ ഒന്ന് വേവിച്ചെടുക്കുക കേട്ടോ. തക്കാളി ഇതൊന്ന് അടച്ച് വെച്ച് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. അടുത്തതായിട്ട് നമുക്കിപ്പോൾ അരമണിക്കൂറായി നമ്മൾ ചിക്കൻ മാഗ്നേറ്റ് ചെയ്യാൻ വെച്ചിട്ട് ഇനി അതൊന്ന് പൊരിച്ചെടുക്കാം. അതിനായിട്ട് ഇവിടെ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള ഓയിലൊന്ന് ചേർത്ത് കൊടുക്കുക. ഓയിലിപ്പോൾ നല്ലപോലെ ചൂടായി വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമ്മൾ ചിക്കൻ ഓരോന്നായിട്ടങ്ങ് വെച്ച് കൊടുക്കുക കേട്ടോ. ആ പാത്രത്തിൽ എത്ര പറ്റുന്നോ അത്രയും ചിക്കൻ നമ്മളൊന്ന് വെച്ച് കൊടുക്കുക. അപ്പോൾ പാതി ചിക്കൻ നമ്മളിവിടെ വേവിക്കാനായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് വെന്ത് വരട്ടെ കേട്ടോ. അപ്പോൾ ഇതാ ഇവിടെ ചിക്കൻ്റെ ഒരു ഭാഗം വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊക്കെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം കേട്ടോ. ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും പുതിനയിലയും കൂടെ കട്ട് ചെയ്തതൊന്ന് ചേർത്ത് കൊടുക്കുക. അപ്പം നമ്മളിവിടെ വേവിക്കാൻ വെച്ച മസാല തക്കാളിയൊക്കെ നമുക്കൊന്ന് വെന്തോന്ന് നോക്കാം കേട്ടോ. അപ്പോൾ ഇവിടെ തക്കാളിയൊക്കെ നല്ലപോലെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. തക്കാളിയൊക്കെ ഇവിടെ നല്ലപോലെ ഒന്ന് ഉടഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം. ഗരം മസാല 1 ടീസ്പൂണ് ചേർത്ത് കൊടുക്കുക. 1/2 കപ്പ് തൈരും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുക കേട്ടോ. മല്ലിയില പുതിനയില കട്ട് ചെയ്തതൊന്ന് ചേർത്ത് കൊടുക്കുക. ഇനി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. വീണ്ടും ഇതൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കണം. വേവിച്ചെടുത്താൽ മാത്രം പോരാ, എണ്ണയൊക്കെ നല്ലപോലെ തെളിഞ്ഞ് വരണം. അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ. ചിക്കൻ്റെ അവസ്ഥ എന്താണ് നമുക്കൊന്ന് നോക്കാം. അതാ ഇവിടെ ചിക്കനൊക്കെ നല്ലപോലെ വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് ഇതൊന്ന് മാറ്റി കൊടുക്കാം കേട്ടോ. ആദ്യത്തെ ബാച്ച് നമ്മൾ പൊരിച്ചെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇത് രണ്ടാമത്തെ ബാച്ചാണ് പൊരിക്കാനായിട്ട് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഇതും അതേപോലെ തന്നെ ഒന്ന് വേഗം പൊരിച്ചെടുക്കുക. ഇനി നമുക്ക് മസാല എന്തായി നോക്കാം. ഇവിടെ ഞാൻ ഓപ്പൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. മസാലയിലൊക്കെ കണ്ടില്ലേ, എണ്ണയൊക്കെ നല്ലപോലെ ഒന്ന് തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇതിൽ നിന്നും കുറച്ച് മസാല ഞാൻ വേറൊരു ബൗളിലേക്കൊന്ന് മാറ്റി കൊടുക്കുകയാണ് കേട്ടോ. ചോറിൻ്റെ 2 പാർട്ടീഷനായിട്ടാണ് നമ്മൾ ചോറ് ദം ചെയ്യാനിടുന്നത്. അപ്പോൾ അതിലേക്കുള്ള മസാലയാണിപ്പോൾ ഞാൻ മാറ്റി വയ്ക്കുന്നത്. ഇനി ഒരു മസാലയിലേക്ക് നമ്മൾ റൈസിൻ്റെ പാതി ഭാഗം മാത്രം ഒന്ന് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഇനി റൈസ് എല്ലാവിടെയും നല്ലപോലെ ഒന്ന് ലെവലാക്കി കൊടുക്കുക.
ഒന്ന് പരത്തി അങ്ങ് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള ആ മസാല കുറച്ചെടുത്തിട്ട് ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും പുതിനയിലയും കട്ട് ചെയ്തതൊന്ന് ചേർത്ത് കൊടുക്കുക. കുറച്ച് നെയ്യും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുക. നമ്മളിതിൽ നെയ്യ് ഒഴിച്ചിട്ടില്ല, ഇപ്പോഴാണ് ദമ്മ് ചെയ്യാനാണ് ഇപ്പോൾ നമ്മൾ നെയ്യ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ കുറച്ച് നെയ്യും കൂടെ ഒന്ന് ഒഴിച്ച് കൊടുക്കുക. ഇനി ഇതിലേക്ക് ബാക്കിയുള്ള റൈസും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കുക. അതും ഒന്ന് നല്ലപോലെ ഒന്ന് ലെവലാക്കുക. എല്ലാവിടെയും റൈസ് ഒന്ന് പരത്തിയിട്ട് ഒന്ന് ഇട്ട് കൊടുക്കണം കേട്ടോ. ഇനി എടുത്തു വെച്ച മസാലയിൽ നിന്നും മുഴുവൻ മസാല ഒന്ന് ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് ചിക്കൻ പൊരിച്ചതിൻ്റെ എണ്ണ ഉണ്ടാവും, കുറച്ച് എന്തായാലും ഉണ്ടാവും, അതും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് മല്ലിയിലയും പുതിനയിലയും കട്ട് ചെയ്തതൊന്ന് ചേർത്ത് കൊടുക്കുക. ഇനി ഇതൊന്ന് ഫോയിൽ പേപ്പർ കൊണ്ട് കവർ ചെയ്ത ശേഷം ഒരു അരമണിക്കൂർ ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇതൊന്ന് ദം ചെയ്തെടുക്കുക കേട്ടോ. ഇവിടെ അരമണിക്കൂറായിട്ടുണ്ട്. ഞാൻ ഫ്ലെയിമൊക്കെ ഒന്ന് ഓഫ് ചെയ്ത് കൊടുത്തു. ഇനി തുറന്ന് നോക്കാനായിട്ട് അപ്പോൾ നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്കൊന്ന് ചിക്കനൊക്കെ ഒന്ന് വെച്ച് കൊടുക്കാം. ചിക്കനും കൂടെ ചേർത്ത് വെച്ചിട്ട് ഇത് നല്ലപോലെ ഒന്ന് വെറുതെ ഒന്ന് മൂടി വെച്ചാൽ മാത്രം മതി കേട്ടോ. ഇവിടെ ഞാനൊരു അരമണിക്കൂറിന് ശേഷം ഒന്ന് തുറന്ന് നോക്കിയിട്ടുണ്ട്. അപ്പം നല്ല ഈസി ടേസ്റ്റി ആയിട്ടുള്ള നല്ല വെറൈറ്റി ടേസ്റ്റിലുള്ള നമ്മുടെ ചിക്കൻ ടിക്ക ബിരിയാണി ഇവിടെ റെഡിയായി കഴിഞ്ഞു. അപ്പോൾ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റിയതും വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു ബിരിയാണി നിങ്ങൾ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് കമൻറ്റ്സ് ആയിട്ട് അറിയിക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ വീഡിയോ. ഈ ഒരു വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് അതിൽ ഓൾ എന്ന ഓപ്ഷനിൽ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണേ.